ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചായാലും ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് കരുതി. ലീവ് ആട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. വൈകിട്ടൊരു സ്ഥലം വരെ പോകണം. പിന്നെ ഡോക്ടറെയും കാണിക്കണം. എൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന, എന്താ അറിയില്ല, ഒരു ചെറിയൊരു കുരു ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലായതുകൊണ്ട് പിന്നെ നേരത്തെ ഒന്നും എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ഏട്ടനും വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ചാർജ് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചാർജ് വെച്ച സമയം കൊണ്ട് ഞാനും അമ്മയും ഏട്ടനും കൂടിയിട്ട് ഒരു അരമണിക്കൂറോളം വർക്കൗട്ടൊക്കെ ചെയ്തു കേട്ടോ. ഏകദേശം ഒരു 9-9:30 ആകുമ്പോഴേക്കും അച്ഛനും അമ്മയും പോകാനായി. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ചധികം ലേറ്റായി. ഇന്ന് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു കേട്ടോ. ആകുമ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല. ഉച്ചയ്ക്കുള്ള ചോറ് എന്താണോ അതാണ് രാവിലെയും കഴിക്കുക. അതുകൊണ്ട് വീട്ടിലെ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഷൂ വൃത്തിയാക്കി വെക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്കിനിട്ടിരുന്ന ഷൂ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാനത് യൂസ് ആക്കാറില്ല. ആകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. വീട്ടിലാകുമ്പോൾ പിന്നെ പതുക്കൊക്കെ ചെയ്താൽ മതി. പിന്നെ ഞാൻ ചിനിയുടെ വീട്ടിലേക്ക് പോയി കല്ലൂരി ഡയറി മിൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. ഒരു ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്ലിപ്പോൾ കുറച്ച് വലിയ കുട്ടിയായി ഗൈസ്, അംഗൻവാടിക്കൊക്കെ പോകാൻ തുടങ്ങി. പക്ഷെ ആൾക്ക് കുറച്ച് മടിയാണ്. ആളിപ്പോൾ ഒന്ന് സൈലന്റ് ആയിരുന്നു. പോകാൻ ഒട്ടും താല്പര്യമില്ല. വയറുവേനൊക്കെ കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഡയറി മിൽക്ക് തരണമെങ്കിൽ കണ്ണടച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയറി മിൽക്ക്. മേടിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് നെവർ മൈൻഡ്, കിട്ടിയതുകൊണ്ട് നേരെ ഓടും ചെയ്യും. പിന്നെ ആളെ ഡ്രസ്സൊക്കെ മാറി സുന്ദരിക്കുട്ടിയായിട്ട് ഇരിക്കട്ടോ. മുഖം കണ്ടാൽ മനസ്സിലാവില്ലേ, നല്ല താല്പര്യമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. കൂട്ടിന് ആളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫിസും ഉണ്ട്. അവൾക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, അവൾക്ക് ഓക്കെയാണ്. ലാസ്റ്റ് പിന്നെ കുറെ എന്തൊക്കെ പറഞ്ഞ് സെറ്റാക്കി മൈൻഡൊക്കെ ഓക്കെ ആള് പോകാൻ തുടങ്ങി. അവള് പോയതിനു ശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. ഇന്ന് എണ്ണ കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ പറിക്കുകയായിരുന്നു. ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എണ്ണ ഉണ്ടാക്കുന്ന ഒരു ലോങ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വലിയച്ഛൻ്റെ വീട്ടിൽ പോയി. അവിടെ സനത്തേട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് താടിയും മീശൊക്കെ വെച്ചിട്ട് വലിയ ആളായിട്ട്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എണ്ണ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസിലായിരുന്നു. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതുമാതിരി ഹെയർ ഗ്രോത്തിൻ്റെ സീക്രട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൽ ഞാൻ എത്രത്തോളം ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു തരാം. അങ്ങനെ ഓയിൽ ഉണ്ടാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനൊരു ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി വാഷിന്റെ ബോട്ടിലാട്ടോ. ഇന്ന് നല്ല എണ്ണ ഒക്കെ തേച്ചിട്ട് കുളിക്കാന്ന് വിചാരിച്ചു. ഞാൻ താളി അരയ്ക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെയിൽ വന്നു. പിന്നെ എനിക്ക് താളിയൊന്നും അരയ്ക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഞാൻ നല്ലൊരു മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ലോണം തോർത്താറില്ല, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ പരത്തിയിടും. ചിലവർ കാണാൻ മുടി കെട്ടിവെക്കും. മുടി കെട്ടിവെക്കാൻ അത്ര നല്ലതല്ല. ഇനി കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തിന് മാത്രം കെട്ടിവെച്ച് കൊടുക്കുക കേട്ടോ. പരമാവധി ഹെയർ അയച്ചിടാൻ നോക്കും. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് സ്കിൻ കെയർ ആണ്. ലിപ് ബാം അപ്ലൈ ചെയ്തു. ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലല്ലേ, അപ്പോൾ ഒരു ചന്ദനക്കുരു ഇടാന്ന് വിചാരിച്ചു കുറെ ആയിട്ടിട്ട്. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 2 മണി 2:30 ആയിട്ടോ. വീട്ടിൽ മാങ്ങക്കറി ആയിരുന്നു. അപ്പോൾ എനിക്ക് മാങ്ങ അങ്ങനെ കറി വെച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല, വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അമ്മ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് പോയി കറിയൊക്കെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കറി മേടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അടുത്ത് ചേച്ചിമാരും വലിയമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ്. കറി ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കറി നല്ല വേറെ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കാട്ടോ ഞാൻ ചെയ്യാം. അപ്പോൾ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മുഖത്തിനൊരു ഐശ്വര്യം കിട്ടില്ല ഗൈസ്. കേടെ ആമയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ലീവിന് വന്നാൽ വീട്ടിൽ എത്ര പെട്ടെന്നാ സമയം പോണത് അറിയോ. ചേച്ചിയുടെ വീട്ടിൽ കയറുന്നതിന് മുന്നേ അവരെ തറവാട്ട് കയറി. അപ്പോൾ വിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് കളിക്കാട്ടോ. കാലിങ്ങനെ കയറ്റിയിട്ടൊക്കെ ഇരിക്കും. ആളിപ്പോൾ കുറച്ച് വികൃതി കൂടിയിരുന്നു. അവൻ്റെ പരിപാടി എന്താണെന്ന് അറിയോ, ആ പന്തുണ്ടല്ലോ അതിൻ്റെ കൈക്ക് തരും. എന്നിട്ട് ഞാൻ എവിടേക്കെങ്കിലും ഇങ്ങനെ എറിയും. അപ്പോൾ അവൻ അത് പോയെടുത്തു കൊണ്ടും. പക്ഷെ അവന് കുറേ കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. അതിനുശേഷം എനിക്ക് തരുന്നില്ല. അവൻ സ്വന്തമായിട്ട് എറിഞ്ഞ് അങ്ങോട്ട് കളിക്കും. ആ ടേബിളിൽ പോകുമ്പോൾ അവന് പേടിയാണ്. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കറി മേടിച്ചു. പിന്നെ മുളക് വറുത്തതും അതുമാതിരി മീനൊക്കെ ഉണ്ടായിരുന്നു. ഉഷാറ് ഫുഡായിരുന്നു കേട്ടോ. മാങ്ങ ഉപ്പിലിട്ടത്, അതുമാതിരി പയറുപ്പേരി, പിന്നെ ചേച്ചിന്റെ മീൻ, 2 തരം ചമ്മന്തി, മോര്, കറി കൂട്ടി ഒരു 1.5 പിടി പിടിച്ചു. ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നതിന് ഒരു കണക്കില്ല ഗൈസ്. നല്ല കഴിക്കും. കാരണം അവിടെ നമ്മളിതൊന്നും ഉണ്ടാക്കില്ലല്ലോ. ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ചോറ്, അച്ചാർ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയോ വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അപ്പൊ നമുക്കൊരു 1.5 മിസ്സിങ് ആയിരിക്കും. അത്യാവശ്യം നല്ലോണം കഴിച്ചു കേട്ടോ. തൈര് നമ്മുടെ വീട്ടിലുണ്ടാക്കി തന്നെയാണ്. നമ്മുടെ വീട്ടിലല്ല, ചേച്ചിയുടെ വീട്ടിലുണ്ടാക്കിയതാട്ടോ. എനിക്കുണ്ടല്ലോ ഈ ഉച്ച നേരത്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് പഴയ സിനിമ കണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 2-3 മണിക്കൂറോളം ഞാൻ നല്ല ഉറക്കുറങ്ങി നീച്ച് വരികയാണ്. ഈ അടുത്ത് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഞാൻ പ്രശ്നം അറിയാം, ഉച്ചയ്ക്ക് നീച്ച് കഴിഞ്ഞാൽ ഒരു മന്ദപ്പായിരിക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഏകദേശം കിടന്നത് 2:30 സമയത്താട്ടോ. എണീച്ചത് 5 മണി 5:30 ആയി. അച്ഛനും അമ്മയും വൈകിട്ട് വന്നതിന് ശേഷം നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട്. സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞാൽ എൻ്റെ കീടന്ന് മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ടുണ്ട് ഓടി വരുന്നു. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ വന്ന് കഴിഞ്ഞാൽ യൂണിഫോം ഒന്നും മാറ്റില്ല, നേരെ മണ്ടും കളിക്കാൻ. അവൾക്ക് പിന്നെ ഞാനും ഏട്ടനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയാവും. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായതുകൊണ്ട് ആൾക്കൊന്നും സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നോട് പറഞ്ഞു അച്ഛനോടൊന്ന് പറയുമോ നിത്യമേമേ. അപ്പം ഞാൻ വീഡിയോ അങ്ങോട്ട് വല്ലാണ്ട് ലാഗ് ആക്കണില്ല. നമുക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട്. അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ബൈ.